ഹലോ ഫ്രണ്ട്സ്, SSC സിംപ്ലിഫൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് 7 ഡേ ആയി നമ്മളുടെ ഷെഡ്യൂള്. അപ്പം ഇന്ന് ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 7 ഡേ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചലഞ്ച് ആയിരിക്കും. കാര്യം തുടക്കം എന്നുള്ള രീതിയിൽ വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ചലഞ്ച് തീർക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിന്ന് 7 ഡേ പറയും, എന്നിട്ട് എല്ലാവരും റിവൈസ് ചെയ്തിട്ട് എങ്ങനെയായാലും 7 ഡേ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ റീസണിങ്ങിന്റെ ഒരു ക്ലാസ് വരുന്നുണ്ട് അടുത്ത ദിവസം. നമ്മൾ അതിന്റെ ഷെഡ്യൂളിന്റെ അത് നോക്കിയിട്ട് നല്ല കിട്ടിയില്ല, യൂട്യൂബ് വീഡിയോ നല്ലത് കാണാത്തതുകൊണ്ട് നമ്മൾ റീസണിങ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് സ്റ്റഡി പ്ലാൻ പറയാം, പിന്നെ ഇത് ആദ്യമേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ക്വാണ്ടിറ്റി യൂണിറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, റീസണിങ് അനലോഗിലേക്കുള്ള. പിന്നെ ജസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളെ സ്റ്റഡി പ്ലാൻ പറയാം. ഓക്കെ, അപ്പൊ അതിന് ഞാൻ സ്റ്റഡി പ്ലാൻ എടുക്കാൻ നമ്മളെ സ്റ്റഡി പ്ലാൻ ഡേ 7. ഓക്കെ, ഇന്നത്തത് കവർ ചെയ്യാം. എന്തായാലും ഇന്ന് വരെ ഉള്ളത് പക്കയാക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി. ഓക്കെ, ഒരു ചലഞ്ചായിട്ട് എടുക്കുക 7 ഡേ വരെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ പെർസെൻറ്റേജിൽ നമ്മൾ 4, അതായത് 5 മണിക്കൂർ മുതൽ, ഏകദേശം 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെയുള്ള വീഡിയോ കവർ ചെയ്യുക, പെർസെൻറ്റേജിന്റെ ക്ലാസ് കവർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യണം. പിന്നെ ഇംഗ്ലീഷ് ബ്ലാക്ക് ബുക്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, റീസണിങ് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് 151 മുതൽ 300 വരെ 150 ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ ഏൻഷ്യന്റ് ഹിസ്റ്ററി, ജൈനിസം, മൗര്യൻ എംപയർ, ഈ 2 ടോപ്പിക്കും ഇതിലേതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് വായിക്കുക. ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. ഓക്കെ, ഇതുവരെയുള്ള ദിവസങ്ങളൊക്കെ പക്കയാക്കിയിട്ട് ഇനി അടുത്തതിലേക്ക് പോയാൽ മതി. നമ്മൾ 7 ഡേ ചലഞ്ച് എല്ലാവരും ഏറ്റെടുക്കുക, എല്ലാവരും ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്കപ്പോൾ ആ ഒരു 3 ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും റീസെന്റ് അനലോഗിലെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കി. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഞാൻ ഇത് സോൾവ് ചെയ്ത് പോവാണ്. ഫസ്റ്റ്, അതായത് നമ്മളുടെ ഈ 2 നമ്പർ കണ്ടോ, ഈ 2 നമ്പർ അതിന്റെ ഡിഫറൻസിന്റെ ഇരട്ടിയാണ് ഫസ്റ്റ് നമ്പർ. 21 9, അതിന്റെ ഡിഫറൻസ് എത്രയാ? 12. അതിന്റെ ഇരട്ടിയാണ് 24. ഓക്കെ, ഇവിടെ 16 33, ഡിഫറൻസ് എത്രയാ? 17. അതിന്റെ ഇരട്ടിയാണ് 34. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്പർ നോക്കി, ഇതിന്റെ ഇരട്ടി എത്രയാ? 28. അതായത് ഇരട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് 2ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇതാണ്, ഇതല്ല, ഇതുമാണ്. അപ്പോ ബി അല്ലെങ്കിൽ ഡി ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 28 ഇട്ട് നമ്മുടെ ഡിഫറൻസ് എത്രയാ? 20. 20ന്റെ ഇരട്ടി 40 ആണോ? അല്ല, ഇതും അല്ല. അപ്പൊ ഡി ആയിരിക്കും ആൻസർ. ചെക്ക് ചെയ്ത് നോക്കാം. 9ഉം 30 നമ്മൾ വ്യത്യാസം എത്രയാ? 21. 21ന്റെ ഇരട്ടി 42. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിന്റെ എന്താണെന്ന് നോക്കാം. എല്ലാവരും പറഞ്ഞുതരാം. അതായത് ഫസ്റ്റും തേർഡും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 46 വരും. ഓക്കെ, അതിന്റെ പകുതിയാണ് സെക്കൻഡ് ടേം. ഓക്കെ, ഫസ്റ്റത്തെ ആഡ് ചെയ്യുക, തേർഡും ആഡ് ചെയ്യുക, ഫസ്റ്റും തേർഡും. ഓക്കെ, 34ഉം 12ഉം 46. 46ന്റെ പകുതി 23. 71ഉം 3ഉം 74. 74ന്റെ പകുതി, 7ന്റെ പകുതി 35, 4ന്റെ പകുതി 2, 37 വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ 14ഉം 16ഉം എത്രയാ? 30. 30ന്റെ പകുതി 15ആണ് വരേണ്ടത്, അപ്പൊ ഇതല്ല. പിന്നെ ഇവിടെ 75ഉം 20ഉം 95, അപ്പൊ പകുതി പോയിന്റ് വരും, അപ്പൊ ഇതുമല്ല. 20ഉം 50ഉം എത്ര വരിക? 70, അപ്പൊ 35 വരണം, ഇതുമല്ല. 19ഉം 91, അപ്പൊ 91ൽ 1 പോയാൽ എന്താ? 20 + 90, 110. 110ന്റെ പകുതി എന്താ? 100ന്റെ പകുതി 50, 10ന്റെ പകുതി 5, 55. ഇതാണ് ആൻസർ. ഓക്കെ,